ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ എല്ലാ വീഡിയോകളിലും പറയാറുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫുള്ള് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആൾട്ടർ സീസൺ നമുക്കറിയാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു മാസമായിട്ടുണ്ട്. ഈ ഒരു ആൾട്ടർ സീസണിൽ ഏതൊക്കെയായിരിക്കും ടോപ്പായിട്ടുള്ള ബെസ്റ്റ് കോയിൻ, അതായത് ഈ സീസൺ എൻ്റെ ആകുമ്പോൾ നിങ്ങൾ ഈ ഒരു കോയിൻ തുടക്കത്തിൽ ബൈ ചെയ്തു എന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് വരെ പറയാൻ പറ്റും. കാരണം അത്ര അധികം നല്ല രീതിയിലുള്ള ക്രൈറ്റീരിയകളൊക്കെ നമ്മൾ പാസ്റ്റ് സീസണിലൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു 7 കണ്ടീഷൻസുകൾ പറയുന്നുണ്ട്. ഈ ഒരു 7 കണ്ടീഷൻസുകൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മനസ്സിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല ആൾട്ട് കോയിൻ തിരഞ്ഞെടുത്ത് അത് ബൈ ചെയ്ത് ബിഗിനിങ്ങിൽ ഹോൾഡ് ചെയ്യാം. ബിഗിനിങ്ങിൽ ഹോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാം. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഒരു സ്റ്റോറി പോലെ പറയാറുണ്ട്. ഒരു $10 ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് $10 വാങ്ങിയ സാധനം $40 എത്തുമ്പോൾ നിങ്ങൾക്ക് 400% റിട്ടേൺ അല്ലേ. അപ്പോൾ $10 വാങ്ങിയ ആ സാധനം $20 ആയി എന്ന് വിചാരിക്കുക. അതായത് 100% അപ്പോൾ കയറുന്നത് അല്ലേ, ഇരട്ടിയായി കയറി $20 എത്തി. അപ്പോൾ $20 മേടിക്കുന്ന ഒരു വ്യക്തിക്ക് അത് 100% കിട്ടണമെന്നുണ്ടെങ്കിൽ $40 എത്തണം അല്ലേ. $20 വാങ്ങിയ സാധനം ഇരട്ടി ആവണമെന്നുണ്ടെങ്കിൽ $40 ആവണം, അതായത് 100% റിട്ടേൺ. എന്നാൽ ഒരു സ്റ്റെപ്പ് പുറകിൽ വാങ്ങി $10 വാങ്ങിയ ആൾക്ക് അത് $40 എത്തിക്കഴിഞ്ഞാൽ 400% വ്യത്യാസം. അതാണ് നമ്മളിപ്പോഴും ബിഗിനിങ്ങിൽ വളരെ ഏർലി ബൈ ചെയ്യുന്നതാണ് ഇപ്പോഴും നല്ലതെന്ന് പറയാറുണ്ട്. പക്ഷേ ഈ ഏർലി ബൈ ചെയ്യുമ്പോൾ ഒരുപാട് ഡിസഡ്വാൻറ്റേജുകളുണ്ട്. അതായത് നമ്മൾ നേരത്തെ ബൈ ചെയ്യുമ്പോൾ ഒരുപാട് കോയിനുകളൊക്കെ നമ്മൾ അങ്ങനെ മേടിച്ച് വെച്ചുകൊണ്ട് നമുക്ക് കാര്യമില്ല. നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള കോയിനുകൾ തന്നെ വാങ്ങും. അപ്പോൾ അതിനെന്തൊക്കെയാണ് നമ്മളൊരു 7 കണ്ടീഷൻസുകളെന്ന് നമ്മൾ ആദ്യം പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള 7 കണ്ടീഷൻ. ഈ 7 കണ്ടീഷൻ ഞാൻ ഓരോന്നും എടുത്തെടുത്ത് അതിൻ്റെ പ്രത്യേകതകൾ പറയാം. ഇതൊരു ജസ്റ്റ് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് അങ്ങനെ ആരും പറയാത്ത ഒരു സീക്രട്ട് ആയിട്ടുള്ള വഴികളാണ്. ഞാൻ ഈ ഒരു കണ്ടീഷൻ ഏകദേശം ഒരു വർഷത്തിന് മേലായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഞാൻ മാർക്കറ്റിൽ അപ്ലൈ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ പറയാം. നമുക്ക് കോയിൻ തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അതായത് വളരെ വളരെ റെയർ ആയിരിക്കും കിട്ടുന്ന കോയിൻ. പക്ഷെ കിട്ടുന്ന കോയിൻ 90% മീതെയാണ് സക്സസ് റേറ്റ് ഉള്ളത്. മനസ്സിലായില്ല, അത്രയധികം സക്സസ് റേറ്റ് ആയിട്ടുള്ളൊരു സീക്രട്ട് ആയിട്ടുള്ളൊരു എൻ്റെ പേഴ്സണൽ സ്ട്രാറ്റജിയാണ്. ഓൾറെഡി നമ്മുടെ ടെലിഗ്രാമിലൊക്കെ ഞാൻ എല്ലാ ദിവസങ്ങളും മാസങ്ങളായിട്ട് ഞാൻ പറയുന്ന ഒരു കേസൊക്കെ തന്നെയാണ്. ഇത് സീക്രട്ടായിട്ട് വെച്ചിട്ടൊന്നുമില്ല. അവിടെ നമ്മുടെ ഗ്രൂപ്പിൽ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഈ കണ്ടീഷനുകൾ എന്താണെന്ന്. ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ തന്നെ ഞാൻ എന്താണ് ഇനി പറയാൻ പോകുന്നതെന്നൊക്കെ ഓൾമോസ്റ്റ് പിടികിട്ടിട്ടുണ്ടാവും കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ലൈവിൽ ഞാൻ ഇന്നേ വരെ ഓഡിയോ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്കൊരു പ്രസൻറ്റേഷനായിട്ട് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് എന്തിൻ്റെ ബേസിക്കിലാണ് കണ്ടുപിടിച്ചതെന്നുള്ള കാര്യം ഫസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു കാര്യങ്ങളോട്ട് പോകും. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ പ്രകാരം 2021 ഡിസംബർ, അതായത് സീസണിൻ്റെ ഒരു എൻഡിങ് ടൈമാണിത്. ഈ ഒരു എൻഡിങ് ടൈം ഇപ്പോൾ ഒരുപാട് നല്ല കോയിനുകളൊക്കെ നമ്മുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ടോപ്പ് 20 ടോപ്പ് 25 ലിസ്റ്റിലോട്ട് പഴയതല്ല മുമ്പ് ലിസ്റ്റ് ചെയ്ത, അതായത് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വന്നിട്ടുള്ള ചെറിയ കോയിനുകളൊക്കെ ഈ ഒരു ലെവലിലോട്ട്, അതായത് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ടോപ്പ് 10 ടോപ്പ് 25 കടന്നു വന്നു ഇല്ലേ. അപ്പോൾ കടന്നു വന്നപ്പോൾ ഞാനിതിൽ ഓരോന്നോരോന്ന് വായിക്കുന്നത് നിങ്ങൾക്ക് ഇത് അവിടെ ലൂണ കാണാൻ പറ്റും. ഇത് സ്കാം ഉണ്ടായിരുന്ന ഇത് കഴിഞ്ഞ സീസണിൽ ഏറ്റവും വലിയൊരു സ്കാം നടന്നിട്ടുള്ള ഒരു കോയിനാണ്. 9ാം റാങ്കിൽ വന്നു. പിന്നീട് അത് സ്കാം നടന്നു പോയി. പിന്നീടുള്ള നമുക്ക് സൊളാന കാണാം, ADA കാണാം, XRP കാണാം, ഷിബ കാണാം, ഡോജി കാണാം, അവലാഞ്ചി കാണാം, പോൾക്കാഡോട്ട്, അതുപോലെ പോളിഗൺ കാണാം, അതിന് മെറ്റിക്ക്, അങ്ങനെ ഒരുപാട് കോയിൻ, ലൈറ്റ് കോയിൻ ഉണ്ട്, ചെയിൻ ലിങ്ക് ഉണ്ട്. ഇതുപോലെ ഒരുപാട് കോയിനുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കോയിനുകളും ടോക്കണുകളൊക്കെ ഇതിൽ മിക്സ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഈ ഒരു സ്റ്റേജിലോട്ട്, അതായത് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ടോപ്പായിട്ടുള്ള 25 ലിസ്റ്റിലോട്ട് എങ്ങനെയാണ് കടന്നു വന്നതെന്നുള്ളത് ഓരോന്നും ഞാൻ പഠിച്ചു കഴിഞ്ഞ് അതിൻ്റെ ഈ കോയിനുകൾക്കൊക്കെ ഒരു 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 പാസേജിലൂടെ അവർ കടന്നു വന്നപ്പോൾ എല്ലാ കണ്ടീഷൻസുകളും അവർക്കൊരു പ്രത്യേക ലെവലുകളൊക്കെ കടന്നു വന്നതുകൊണ്ടാണ് ഇതൊക്കെ ഈ ഒരു ലെവലിലോട്ട് എത്തിയത്. മനസ്സിലായില്ല. അപ്പോൾ ഞാൻ എന്തായാലും അത് ഓരോ കണ്ടീഷനുകൾ എടുത്ത് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അത്തരം കണ്ടീഷനുകൾ നമ്മൾ ആ ഒരു പാറ്റേൺ എല്ലാം മാച്ച് ആയിട്ടുള്ള എല്ലാ കോയിനുകളും സക്സസിലോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ലാസ്റ്റ് പറയാം. അതായത് ഈ ഒരു ആൾട്ട് സീസൺ കഴിഞ്ഞിട്ട് ഒരു ബിയർ മാർക്കറ്റ് ഉണ്ടായിരുന്നല്ലോ, നമുക്കറിയാമല്ലോ. 2023-24 ഒരു ബിയർ മാർക്കറ്റൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു ബിയർ മാർക്കറ്റിലെ ഈ ഒരു 7 കണ്ടീഷനുകൾ മാച്ച് ആയിട്ട് ഏതെങ്കിലും കോയിൻ വന്നപ്പോൾ ഉണ്ടായ അവസ്ഥയും, അതായത് ബിയർ മാർക്കറ്റിൽ പോലും ഇതേ കണ്ടീഷനുകളെല്ലാം മാച്ചായി വന്നിട്ടുള്ള ആൾട്ട് കോയിനുകൾ പിന്നെ അവിടെ എന്താണ് ആ ബിയർ മാർക്കറ്റിൽ സംഭവിച്ചതെന്നുള്ള ഒരു മാജിക്കും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഒരു കണ്ടീഷനുകൾ എന്താണെന്ന് ജസ്റ്റ് പഠിച്ചിട്ട്, ഇതാണ് ഇമ്പോർട്ടൻറ്റ്, ഇപ്പോൾ പറയാൻ പോകുന്നതാണ് ഇനി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പാടായിരിക്കും ആൾട്ട് സീസണിൽ കോയിനുകൾ കണ്ടുപിടിക്കാൻ. എന്നിരുന്നാലും ആൾട്ട് സീസൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാൽ ആൾട്ട് സീസൺ അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും കണ്ടീഷനുകളൊക്കെ
ഒക്കെ മാച്ചായി വരാൻ കുറേ ഡിഫിക്കൽട്ടാണ്. പക്ഷേ അത് മാച്ചായി വരുമ്പോൾ നമുക്ക് ഡിഫിക്കൽട്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായിരിക്കും നല്ല കോയിൻ, മനസ്സിലായില്ല. അതായത് ഡിഫിക്കൽട്ട് ആവുന്നത് എന്തുകൊണ്ടാണ്, നല്ല കോയിനുകൾ തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്താ അവിടെ സംഭവിക്കുന്നത്, ഭയങ്കര രീതിയിലുള്ള റിസ്കിലോട്ടും മോശം അവസ്ഥയിലോട്ടാണ് മറ്റ് ആൾട്ട് കോയിനുകളൊക്കെ അവിടെ മൂവ് ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് നല്ല കോയിൻ കിട്ടാൻ ബുദ്ധിമുട്ടായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്യാഷ് അവിടെ സേഫ് ആക്കാനാണ് പറ്റിയതല്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോന്ന് ജസ്റ്റ് ഇതിൻ്റെ ഒരു തിയറിയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്താണ് ഇതൊക്കെ എന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ഇത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സീസണിലോട്ട് വരാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ സീസണിൽ നല്ല കോയിനുകളൊക്കെ ഇതുപോലെ ഇത് മുന്നേ ഇപ്പോഴത്തെ ഒന്നല്ല, കഴിഞ്ഞു പോയ മുന്നേ വർഷങ്ങളിൽ ഞാനതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചിട്ടുള്ള ഒരു മനസ്സിലുണ്ടായിരുന്ന കുറേ കണ്ടീഷനുകളാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ ആ ഒരു ഇപ്പോഴത്തെ ആ ഒരു കണ്ടീഷനിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോന്ന് പറയാം. ഓൾ ടൈം ഹൈ ATH, അതായത് കോയിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ആവുന്ന ഒരു ടോക്കൺ ആയിക്കോട്ടെ കോയിൻ ആയിക്കോട്ടെ, ഇതാണ് ഫസ്റ്റ് നിർബന്ധമായിട്ടും വരേണ്ട ഒരു കണ്ടീഷൻ. അതായത് ഓൾ ടൈം ഹൈൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞത്. ഞാൻ ആദ്യം നമ്മുടെ പഴയ ഒരു ഏതെങ്കിലും ഒരു കോയിൻ, നമുക്ക് എപ്പോഴും നോക്കുന്ന കോയിൻ വേണ്ട, നമുക്ക് പോൾക്കാഡോട്ടോ അല്ലെങ്കിൽ സാൻഡോ മാന നോക്കാം. നമുക്ക് കഴിഞ്ഞ ആൾട്ട് സീസണിൻ്റെ ട്രെൻഡിങ് ആയിരുന്നു മെറ്റാവേഴ്സ് അല്ലേ. അപ്പോൾ നമുക്ക് മാന നോക്കാം. നമ്മൾ സാൻഡൊക്കെ എപ്പോഴും നോക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് 2021 ആൾട്ട് സീസണിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ കണ്ടീഷനുകളൊക്കെ നമ്മൾ ഈ ഒരു മാനാന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ നോക്കൂട്ടോ. അപ്പോൾ ഓൾ ടൈം ഹൈ ഇത് 2000 എത്രയെല്ലാം ലിസ്റ്റ് ചെയ്താൽ 2020 ലിസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ഇവിടെ നോക്കിയിട്ട് ഒന്ന് മാർക്ക് ചെയ്തു. ഞാൻ സൂം ചെയ്ത് കാണിച്ചിരുന്നത് ഇവിടെ ഒരു ഓൾ ടൈം ഹൈ ലിസ്റ്റ് ചെയ്ത ആ ഒരു 2 ദിവസത്തിനുള്ള ഓൾ ടൈം ഹൈ ഒക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ ബ്രേക്ക് ആവുന്ന ഈ ഒരു ഏരിയ ഞാൻ നോക്കുന്നത്. ഇവിടെ കേഴ്സർ വയ്ക്കുമ്പോൾ നോക്കിക്കേ, January 8, 2021 ഇതാണ് ഇമ്പോർട്ടൻറ്റ്. കണ്ടില്ലേ, ആൾട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ January 21, അതായത് 2021 വന്നപ്പോൾ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം താഴത്തോട്ടൊക്കെ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഓൾ ടൈം ഹൈ അവിടെ ബ്രേക്ക് ആവുന്നുണ്ട്, ഇവിടെയും ബ്രേക്ക് ആവുന്നുണ്ട്. അതിനുശേഷം നല്ല രീതിയിൽ കയറി വരുന്നത് നമുക്ക് കാണാം. 315% ജസ്റ്റ് നമ്മൾ ഒന്ന് സ്ക്രോൾ ഔട്ട് ചെയ്തിട്ട് മെഷർ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചത് എൻ്റെ വ്യത്യാസം. ഓക്കെ, 1000% കയറി വന്നത്. അതിനുശേഷം നോക്കിയാൽ വീണ്ടും, അതായത് ഒരു ഫസ്റ്റ് ഒരു 3 month 4 month ആൾട്ട് സീസണിൻ്റെ, പിന്നെ ഒരു എൻഡിങ് ടൈം ആയപ്പോഴാണ് ഒരു പീക്ക് ലെവൽ ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്തേക്ക് മെഷർ ചെയ്യുമ്പോൾ ഏകദേശം 4500 ശതമാനം കയറി നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓൾ ടൈം ഹൈ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇത് മാത്രം കണ്ടീഷൻ മാച്ച് ആയതുകൊണ്ട് നമുക്കിത് മേടിക്കാൻ പറ്റില്ല. നമുക്ക് 7 ഒരേപോലെ മാച്ച് ആയെങ്കിൽ മാത്രമാണ് നമുക്കൊരു ടോക്കൺ ആയിക്കോട്ടെ കോയിൻ ആയിക്കോട്ടെ അത് വാങ്ങേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ സീസണിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്, ഒരു ഫസ്റ്റ് മന്ത് കഴിഞ്ഞു. വേറെ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ഫിൽട്ടർ ആയിട്ട് കോയിനുകളൊക്കെ ഒന്ന് കയറി തുടങ്ങുന്ന ഒരു പീരീഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആൾട്ട് സീസണിൻ്റെ ഫസ്റ്റത്തെ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും, ഒരുപാട് കോയിൻസുകൾ കയറി വരും. അപ്പോൾ അതിൽ ഏതാണ് നല്ലതെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു മാസം അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ഫിൽട്ടറായിട്ട് ഒന്ന് ഹെൽത്തി ആയിട്ട് ഓർഗാനിക് ലെവലിൽ ചാർട്ട് മൂവ്മെൻറ്റ് വരും. ഓരോ നല്ല പ്രൊജക്റ്റുകളായിക്കോട്ടെ ടോക്കൺ കോയിനുകളിലൊക്കെ ആയിക്കോട്ടെ. അപ്പോൾ അത് നമ്മൾ നോക്കി മേടിക്കണം. അപ്പോൾ ഓൾ ടൈം ഹൈയുടെ ഈ ഒരു കണ്ടീഷൻ മാത്രമല്ല, ബാക്കിയൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ ഇത് ഓൾ ടൈം ഹൈ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞാൻ 3 month കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയിൻ ലിസ്റ്റ് ചെയ്തിട്ട്, അതായത് ഈ കഴിഞ്ഞ ആഴ്ച ലിസ്റ്റ് ചെയ്തോ മിനിഞ്ഞാന്ന് ലിസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ലിസ്റ്റ് ചെയ്തോ അല്ല, കോയിൻ ലിസ്റ്റായിട്ട് ഒരു 3 മാസമെങ്കിലും അല്ലെങ്കിൽ ഒരു 2.5 മാസം, 3 മാസമാണ് ഞാൻ നോക്കുന്നത്, 3 മാസമെങ്കിലും കഴിഞ്ഞിട്ടുള്ള ടോക്കൺ അല്ലെങ്കിൽ കോയിനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതായത് കോയിൻ ലിസ്റ്റ് ചെയ്ത പക്ഷേ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഞാൻ ഈ ഇതിൽ തന്നെ പറഞ്ഞുതരാം. ലിസ്റ്റ് ആയ ഒരു ഡേറ്റ് ഇതാണ് അല്ലേ. അതിനുശേഷം 2nd day 3rd day 4th day ആയപ്പോൾ ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയില്ലെന്ന് ഇവിടെ നിന്നാണ് നമ്മൾ വാങ്ങേണ്ടത്. അല്ല, ഒരിക്കലും അല്ല. നമുക്ക് കോയിൻ ലിസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പമ്പിങ്ങും ഡംപിങ്ങും അതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് ശാന്തമായതിനു ശേഷം പിന്നെയാണ് അത് സ്റ്റെപ്പായിട്ട് കയറി വരുന്നതാണ് നമുക്ക് ഒരു ഓർഗാനിക് ഒരു ഹെൽത്തായിട്ട് നിൽക്കുന്ന ഒരു പ്രൊജക്റ്റ്. മനസ്സിലായില്ല. അല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് ഇന്നത്തെ ഒരു ദിവസമായിട്ട് ഒരു ട്രെൻഡിൽ അങ്ങോട്ട് അടിച്ച് കയറി മുകളിലോട്ട് അങ്ങോട്ട് വരുന്ന ഒരു കോയിനല്ല നമുക്ക് വേണ്ടത്. നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്താൽ അതിൻ്റെ ചാർട്ടിന് കുറച്ച് ദിവസങ്ങളും ആഴ്ചകളും മാസം ഒന്നും കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിക്കും ഒരു ലെവലിൽ വരുള്ളൂ. അതിന് ശേഷമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കോയിൻ ലിസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു ചുരുങ്ങിയത് ഒരു 2 മാസമല്ല ഒരു 3 മാസമെങ്കിലും നമുക്ക് കഴിഞ്ഞിട്ടുള്ള കോയിനുകളാണ്. അപ്പോൾ ഈ സീസണിൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത പുതിയ കോയിനുകളൊക്കെ കാണാം. പക്ഷേ അത് കഴിഞ്ഞ മാസം അതിൻ്റെ മുന്നത്തെ മാസം ലിസ്റ്റ് ചെയ്തതായിരിക്കും. അതായിരിക്കരുത്. നമുക്കൊരു 3 മാസമെങ്കിലും അത് ലിസ്റ്റ് ചെയ്തിട്ട് ഒരു ഏജ് അതിനുണ്ടാവണം. മനസ്സിലായില്ലേ, ഒരു വയസ്സ് അതിനുണ്ടാവണം. അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നമുക്ക് 3ാമത്തെ കേസിലോട്ട് പോകാം. റാങ്ക്. ഇതിലെല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. റാങ്ക് എന്താണെന്ന് ഞാൻ പറയാം. കോയിൻ ലിസ്റ്റ് ചെയ്തിട്ട്, അതായത് ഞാൻ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഞാൻ നേരത്തെ പേജിലോട്ട് പോയിരുന്നു. ഹിസ്റ്റോറിക്കൽ ഡാറ്റയിൽ ഈ ഒരു ടോക്കണുകളൊക്കെ ഉണ്ടല്ലോ, ഈ ഡിസംബർ, അതായത് നമ്മുടെ ആൾട്ട് സീസണിൻ്റെ എൻഡിങ്
എൻഡിങ് പീരീഡാണ് ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്തത്. ഇതുപോലെ തന്നെ സീസണിൻ്റെ സ്റ്റാർട്ടിങ് പീരീഡിലോട്ട് പോകുമ്പോൾ ഈ കണ്ട നമ്മുടെ ഈ സൊളാന, XRP, അതുപോലെ ഡോജി, ഷിബ, പോളിഗൺ, അതായത് മെറ്റിക്, ലൈറ്റ് കോയിൻ, ഇതുപോലത്തെ എല്ലാ കോയിൻസുകളും സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എവിടെയായിരുന്നു എന്ന് നമുക്ക് അറിയായിരുന്നു. ഇതിപ്പോൾ ടോപ്പ് 25 വന്നില്ലേ. എന്നാൽ സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇതൊക്കെ നല്ല പ്രൊജക്റ്റുകളായതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതല്ലേ. അപ്പോൾ ഈ നല്ല പ്രൊജക്റ്റുകൾ സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഏത് ലെവലിലാണ് കിടന്നിരുന്നതെന്ന് നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ മനസ്സിലാക്കിയെടുത്ത കുറച്ച് കാര്യങ്ങളാണ് റാങ്ക്. ഈ റാങ്കൊക്കെ ഇത്തരം നല്ല പ്രൊജക്റ്റുകൾ ടോപ്പ് 25 ഉണ്ടായിരുന്ന കോയിനുകൾ പലതല്ല, ഓൾമോസ്റ്റ് എല്ലാതും ഒരു 50 മുതൽ ഒരു 300 റാങ്കിൻ്റെ ഉള്ളിലുള്ള കോയിനുകളായിരുന്നു. അല്ലാതെ ഒരു 1000-ന് 1000 500-നോ മുകളിൽ ബാക്കിൽ കിടക്കുന്ന റാങ്കുകളായിരുന്നില്ല. അത്യാവശ്യം മോശമില്ലാത്ത ടോപ്പ് 500-ൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ ടോപ്പ് 500 അല്ല, ടോപ്പ് 300-ൻ്റെ ഉള്ളിലെങ്കിലും റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 50 മുതൽ ഒരു 300 റാങ്കിൻ്റെ ഉള്ളിലുള്ള കോയിനുകളായിരിക്കണം നമ്മളിതുപോലെ നോക്കേണ്ടത്. അതായത് ഓൾ ടൈം ഹൈ ബ്രേക്കായ കണ്ടീഷൻ മാച്ചാണ്. ഓക്കെ, നമ്മുടെ 3 മന്ത് കഴിഞ്ഞിട്ടാണ് ഓൾ ടൈം ഹൈയിലോട്ട് വന്നത്. ഒക്കെ നമ്മുടെ ഈ 3 മാസത്തെ പീരീഡും ഇതൊക്കെ മാച്ചാണ്. റാങ്ക് നോക്കുക, ഇത് രണ്ടും മാച്ചായിട്ട് നമ്മൾ റാങ്ക് നോക്കുമ്പോൾ ഒരു 450 അല്ലെങ്കിൽ ഒരു 850 അല്ലെങ്കിൽ ഒരു 950 ഒക്കെ റാങ്കാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളത് അവോയ്ഡ് ചെയ്തിരിക്കണം. മനസ്സിലായില്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല റഗ് ചെയ്യുന്ന പല സ്കാമായിട്ടുള്ള പല പ്രൊജക്റ്റുകളും ലിസ്റ്റ് ചെയ്തിട്ട് ഒരു 3 മാസം കൊണ്ട് അങ്ങനെ നല്ല രീതിയിൽ പമ്പ് ചെയ്തിട്ട് കയറ്റും. നമുക്കറിയാം ലയർ, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ടായിരുന്ന മെമ്പേഴ്സിനൊക്കെ അറിയാം. ഞാനത് എടുത്ത് പറയുന്നില്ല എന്താണ് സംഭവിച്ചതെന്ന്. എനിക്ക് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ ലയർ ഇതുപോലെ തന്നെ ഒരു 3 മാസം കണ്ടിന്യൂസ് പമ്പിങ് ആയിരുന്നു. മനസ്സിലായില്ല? അതിൻ്റെ റാങ്കും കയറി വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അത് റഗ് പുള്ളായിപ്പോയി. അപ്പോൾ നമുക്ക് ഇത്തരം കോയിനുകളൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് ഇത്രയും 7 കണ്ടീഷനുകളൊക്കെ നമ്മളിതെല്ലാം മാച്ച് ആയെങ്കിൽ നമുക്ക് നല്ല കോയിൻ ഇതുപോലെ റഗ് ആയി പോകുന്ന കോയിനുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ 3ാമത്തെ കണ്ടീഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 50 മുതൽ ഒരു 300 റാങ്കിൻ്റെ ഉള്ളിലുള്ള കോയിനായിരിക്കണം നമ്മൾ ഈ ബൈ ചെയ്യേണ്ടത്. അപ്പോൾ 3ാമത്തേത് മനസ്സിലായി. 4ാമത്തേലേക്ക് നമുക്ക് പോവാം. ഡേ ക്യാൻഡിൽ, അതായത് ഡെയിലി ക്യാൻഡിലിൻ്റെ ഒരു കേസാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഹൈപ്ര ആയിരുന്നു അതിൻ്റെ പേര്. ഈ ഡേ ക്യാൻഡിൽ എന്താണെന്ന് ഞാൻ പറയാം. ഇതിൻ്റെ ഈ ഒരു കോയിൻ ലിസ്റ്റ് ചെയ്തത്, കോയിനല്ല ടോക്കണാണെന്ന് വിചാരിക്കുന്നു, അറിയില്ല, ഞാൻ നോക്കിയില്ല അതിനെ പറ്റിയിട്ട്. ഇത് ഏപ്രിൽ 22-ാം തീയതി ലിസ്റ്റായ പ്രൊജക്റ്റാണ്. അപ്പോൾ ഏപ്രിൽ കഴിഞ്ഞാൽ മെയ്, ജൂൺ, ജൂലൈ 3 മാസത്തെ കണ്ടീഷൻ ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 മാസമെങ്കിലും ഉണ്ടാവണം, അത് ഓക്കെയാണ്. ഓൾ ടൈം ഹൈ ഇവിടെ ബ്രേക്ക് ആയിട്ടില്ലേ? അതും ബ്രേക്ക് ആയിട്ടുണ്ട്. ഇതിൻ്റെ റാങ്ക് നോക്കി വയ്ക്കുക. റാങ്ക് ഞാനിപ്പോൾ എടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം. അത് ആ റാങ്ക് എത്ര കിടക്കുന്നത്? 428 സോറി 428 കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ഇത് മാച്ചല്ല, പക്ഷേ ഡേ ക്യാൻഡിൻ്റെ എക്സാമ്പിൾ എനിക്ക് ഇവിടെ കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഡേ ക്യാൻഡിൻ്റെ ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഒരു ദിവസം കൊണ്ട് ഇത് 3 മാസം എന്താ പറയുക, 3 മാസം ആയിട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്, ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയിട്ടുണ്ട്. ഈ രണ്ട് കണ്ടീഷൻസ് ഓക്കെയാണ്. ഇതിപ്പോൾ 428 റാങ്ക് കിടക്കുന്നത് അല്ലേ. ഈ 428 പകരം ഒരു 150 ആണെന്ന് നിങ്ങൾ കരുതുക. അപ്പോൾ ആ കണ്ടീഷനും നമ്മുടെ മാച്ച് ആയിട്ടുണ്ട്. ഈ ഒരു റാങ്കിൻ്റെ കണ്ടീഷനും മാച്ച് ചെയ്യുന്നുണ്ട്. എന്താ ഡേ ക്യാൻഡിലിൻ്റെ കണ്ടീഷൻ? ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ ഒരു ഒറ്റ ദിവസം കൊണ്ട് സഡനായിട്ട് ഹ്യൂജ്, ഇത് എത്ര ശതമാനം? 400%, 400-ന് മീതെ ഉണ്ട് കേട്ടോ. പിന്നെ മെഷർ ചെയ്യുമ്പോൾ അത്ര അതിന് മീതെ 467. ഇത്രയും വലിയൊരു ശതമാനം ഒരു ഒറ്റ ദിവസം കൊണ്ടാണ് നടന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇങ്ങനത്തെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. ഇത് ഒരൊറ്റ ദിവസം കൊണ്ട് പമ്പ് ചെയ്ത് കയറുന്നതല്ല നമുക്ക് വേണ്ട. നമുക്ക് ഓരോ ദിവസം 1 by 1 ഡേ ആയിട്ട് നമുക്ക് സ്റ്റെപ്പായി കയറി പോകുന്ന ഗ്രീൻ ക്യാൻഡിലായിട്ടുള്ള അല്ലെങ്കിൽ അപ് ട്രെൻഡ് ആയിട്ടുള്ള ഒരു ടോക്കൺ ആയിക്കോട്ടെ, കോയിൻ ആയിക്കോട്ടെ, ആ ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ചാർട്ട് ഞാൻ അവിടെ കാണിച്ചത് കണ്ടില്ലേ? ഈ ഒരു ലെവലിൽ കയറി വരുന്ന ഒരു ചാർട്ടാണ് നമുക്ക് വേണ്ടത്. അല്ലാണ്ട് സഡൻ ആയിട്ടൊരു പമ്പിങ് കാണുമ്പോൾ നമുക്കറിയാം. അതുപോലെ തന്നെ ഡംപിങ് വരാനും ഇതുപോലെ സംഭവിച്ചിട്ടുള്ള വേറെയും കുറേ കോയിൻസുകളുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് എനിക്കിപ്പോൾ എടുത്ത് പറയാൻ ഓർമ്മ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു. ഇത് സഡനായിട്ട് ഒരു റഗ് ചെയ്യുന്ന പോലെ നമുക്ക് ഡെക്സിലൊക്കെ ട്രേഡ് ചെയ്തവർക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും. സഡനായിട്ടൊരു പമ്പിങ്, സഡനായിട്ടൊരു ഡംപിങ് പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇത്തരം കോയിനുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഇതിനിപ്പോൾ നമുക്ക് മേടിക്കേണ്ട കണ്ടീഷനുകളൊന്നും ഇതിൽ മാച്ച് ആയിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ ഓക്കെയാണ്. ഓൾ ടൈം ഹൈയും റാങ്കും കാര്യങ്ങളൊക്കെ മാച്ചാണെന്ന് വിചാരിക്കുക. ഡേ ക്യാൻഡിൽ ഇതുപോലൊരു സംഭവം വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതാണ് ഞാൻ ഡേ ക്യാൻഡിൽ നിന്ന് ഉദ്ദേശിച്ചത്. അതായത് നമ്മളിപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും ഫോമോൾ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ടോക്കൺ ഉണ്ട്. കണ്ടില്ലേ? ഇതിൻ്റെ ചാർട്ട് നോക്കിക്കേ. പെങ്ക് നമുക്കറിയാം. പെങ്കുവിൻ്റെ ചാർട്ട് നോക്കിക്കേ. ഓരോ ക്യാൻഡിലും കണ്ടില്ല, ഇതിൻ്റെ ഉള്ളിൽ റെഡും ഒരു ഡൗൺ ട്രെൻഡും ഒക്കെ വരുന്നുണ്ട്. ഇതുപോലൊരു ഹെൽത്തി മൂവ്മെൻ്റ് ആയിട്ടുള്ളതാണ് വേണ്ടത്. അല്ലാണ്ട് ഡേ ക്യാൻഡിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സഡൻ ആയിട്ടൊരു പമ്പിങ് ആയിട്ടുള്ളത് നമ്മളത് അവിടെ അവോയ്ഡ് ചെയ്ത് കളയണം. ഇതാണ് ഡേ ക്യാൻഡിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ 4 എണ്ണം പറഞ്ഞു. ഇനി ചാർട്ട് പാറ്റേൺ, ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചാർട്ട് പാറ്റേൺ എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂസ് ഒന്നിനെയും മൈൻഡ് ആക്കാണ്ട്, അതായത് ഡൊമിനൻസ് കയറുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഡൊമിനൻസ് കയറുമ്പോൾ സാധാരണ എന്താ സംഭവിക്കുക? നമ്മുടെ
ആൾട്ട് കോയിൻ ഡംപിംഗ് ആണ് സംഭവിക്കുക. അതുപോലെ ഡൊമിനൻസ് ഇറങ്ങുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ചാർട്ട് നല്ല രീതിയിൽ പമ്പിങ്ങും കാണാൻ പറ്റും അല്ലേ. അപ്പോൾ എന്താ ഞാൻ ഡൊമിനൻസിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഡൊമിനൻസ് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാ ആൾട്ട് കോയിൻ നല്ല രീതിയിൽ പമ്പിങ് ചെയ്ത് പോകുന്നത് കാണാം. അതുപോലെ ഡൊമിനൻസ് കയറുമ്പോൾ നമ്മുടെ കോയിൻസ് ക്രാഷ് ആവുന്നതും കാണാം. അപ്പോൾ ഇതൊന്നും മൈൻഡ് ആക്കാണ്ട് ആ ഒരു കോയിൻ ഇൻഡിവിജ്വലി അതിൻ്റെ രീതിയിൽ നല്ല രീതിയിൽ മുകളിലോട്ട് കയറിപ്പോയിക്കൊണ്ടേയിരിക്കാമെന്ന് വിചാരിക്കുക. അതാണ് ഞാൻ ചാർട്ട് പാറ്റേൺ ഉദ്ദേശിക്കുന്നത്. നമുക്ക് സ്കാം നടന്നിട്ടുള്ള നമ്മുടെ ഓം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടോക്കൺ ഉണ്ടോ നോക്കി നോക്കാം. അപ്പോൾ കുറച്ചുകൂടി ഈ അടുത്ത് എല്ലാവരും റഗ് ചെയ്ത് പോയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ ഓം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാറ്റേൺ. ചാർട്ട് പാറ്റേൺ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ ഡൊമിനൻസ് അവിടെ നല്ല രീതിയിൽ ഇറങ്ങുന്നുണ്ടായിരുന്നു, മനസ്സിലായില്ലേ. ഡൊമിനൻസിൻ്റെ ചാർട്ട് ഇപ്പോൾ ഞാനവിടെ ക്ലോസ് ചെയ്തു. ഡൊമിനൻസ് ഈ ഒരു പീരീഡിൽ ജാനുവരി നിങ്ങൾക്കറിയാം ഈ ഒരു വർഷം സ്റ്റാർട്ടിങ്ങിലൊക്കെ ബിറ്റ് കോയിൻ കയറുന്നുണ്ടായിരുന്നു, ഡൊമിനൻസും കയറുന്നുണ്ടായിരുന്നു. ആൾട്ട് ഓൾമോസ്റ്റ് ക്രാഷ് ആയിരുന്നു. ഓൾമോസ്റ്റ് അല്ല, ഒരുവിധം എല്ലാം ക്രാഷ് തന്നെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ചാർട്ട് പാറ്റേൺ എന്താ, ഡൊമിനൻസിനൊന്നും വകവയ്ക്കാതെ അത് അതിൻ്റെ രീതിയിൽ കണ്ടിന്യൂസ് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അത് 1-2 ദിവസമാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു മാസങ്ങളോളം അത് കണ്ടിന്യൂസ് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു സസ്പീഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇല്ലേ. അതുപോലെ തന്നെ നമുക്ക് പല ഏരിയയിലും നമുക്ക് ലെയർ നോക്കി നോക്കാം. ലെയർ നമുക്ക് ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുള്ളതാണ്. എനിക്ക് ബ്ലൗസ് വന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ലെയർ. കണ്ടില്ലേ ഈ ലെയറിൻ്റെ പാറ്റേൺ നോക്കിക്കേ, ചാർട്ട് പാറ്റേൺ നോക്കിക്കേ. ഈ ഒരു ടൈമിൽ നമ്മുടെ ആൾട്ട് നല്ല ക്രാഷ് ആയിരുന്നു. എന്നാൽ ലെയർ കണ്ടിന്യൂസ് ആൾട്ട് ഞാൻ ക്രാഷ് ആയിരുന്നു ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡൊമിനൻസ് ചാർട്ട് നല്ല രീതിയിൽ പമ്പിങ് ആയിരുന്നു ഈ ഒരു ടൈം പീരീഡിൽ. എന്നാൽ ബാക്കിയുള്ള ആൾട്ടുകളൊക്കെ ക്രാഷ് ആയിരുന്നു. എന്നാൽ ഇത് മാത്രം കണ്ടിന്യൂസ് മാസങ്ങളായിട്ട് കയറി പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനുശേഷം റഗ് പുള്ള് നടന്നു. അപ്പോൾ ഈ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ചാർട്ട് പാറ്റേൺ നമുക്കിത് കമ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു എല്ലാ കണ്ടീഷൻസുകളും ഇതിലത്തെ ഓക്കെ ആയിട്ടുണ്ട്, ചാർട്ട് പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതീറിയത്തിൻ്റെ ചാർട്ടും നിങ്ങളുടെ ചാർട്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇതീറിയത്തിൻ്റെ സെയിം മൂവ്മെൻ്റ് ആണ് നിങ്ങളുടെ ചാർട്ടിന് ഉള്ളതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്കത് ബൈ ചെയ്യാം. മനസ്സിലായില്ല. അതായത് ഇതീറി എന്ന് പറയുന്നത് ഒരു ആൾട്ടിൻ്റെ മെയിൻ ആണ്. അപ്പോൾ ഇതീറിയത്തിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചായിരിക്കും ഒരുവിധം എല്ലാ ആൾട്ടിൻ്റെയും മൂവ്മെൻറ്റ്. എന്നാൽ ഈ ഒരു നിങ്ങൾ നോക്കുന്ന ഈ ചാർട്ട് പാറ്റേൺ നേരെ വിപരീതമായിട്ട് സംഭവിക്കുന്നുണ്ടെന്ന് അറിയാൻ ഇതീറിയം നല്ല രീതിയിൽ ക്രാഷ് ആണെന്ന് വിചാരിക്കുക. അതായത് നല്ല രീതിയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പീരീഡ് ആണെന്ന് വിചാരിക്കുക ഇത്. എന്നാൽ നിങ്ങളുടെ കോയിൻ ആയിക്കോട്ടെ നല്ല രീതിയിൽ കയറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സസ്പീഷ്യസ് ആയിട്ടൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചാർട്ട് പാറ്റേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇതീറിയായിട്ടൊന്ന് കമ്പയർ ചെയ്യുക ചാർട്ട്, മനസ്സിലായില്ലേ. അതിൻ്റെ അതേ മൂവ്മെൻറ്റ് തന്നെ ഇതിന് കിട്ടുന്നുണ്ട്. എന്നാൽ ഇതീറിയത്തിനേക്കാളൊക്കെ നല്ല ഇതീറിയം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവ്മെൻ്റ് ആണെന്ന് വിചാരിക്കുക. എന്നാൽ നിങ്ങളുടെ കോയിൻ കയറുന്നുണ്ട്, ഇതീറിയത്തിനേക്കാൾ നല്ല ശക്തമായിട്ട് കയറുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. എന്നാൽ ഇതീറിയ അപ് ട്രെൻഡാണ്, അതുകൊണ്ട് നിങ്ങളുടെ കോയിനും അപ് ട്രെൻഡാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ഇതീറിയ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ കോയിൻ കയറിക്കൊണ്ടിരിക്കുകയാണ് അതിശക്തമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സസ്പീഷ്യസ് ആണ്. അതാണ് ചാർട്ടിൻ്റെ പാറ്റേൺ കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പോഴത്തെ അവസ്ഥ നോക്കിക്കുക. ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത് നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ ഈ 2 ദിവസം 3 ദിവസമായിട്ട് ഹെവി ക്രാഷാണ്. നമ്മുടെ ഡൊമിനൻസ് അവിടെ ഹെവി ക്രാഷാണ്. എന്നാൽ ഇത് ക്രാഷ് തന്നെയാണ്. ഇത് 3 ദിവസമായിട്ടൊന്ന് കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇത് ഓപ്പോസിറ്റാണ് നടക്കുന്നത്. ഇനി ഇത് നോക്കിയിട്ട് കാര്യമില്ല, ഓൾറെഡി ഇത് ഡെഡ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മളെല്ലാം നോക്കണം. നമ്മൾ ചാർട്ടിൻ്റെ പാറ്റേണും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇതീറിയായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും അടിപൊളി. കാരണം ബിറ്റ് കോയിൻ കഴിഞ്ഞ ആൾട്ടിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഇതീറിയാണ്. അപ്പോൾ ചാർട്ടിൻ്റെ പാറ്റേൺ ഞാൻ ഇതൊക്കെ ഓരോന്നും വിശകലനം ചെയ്യുമ്പോൾ ടൈം ഒരുപാട് വരുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആരും സ്കിപ്പ് ചെയ്ത് കളയാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ ടേക്ക് ഹാൻഡിൽ മനസ്സിലായി, ചാർട്ടിൻ്റെ പാറ്റേൺ മനസ്സിലായി. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കത്തിയിട്ടുണ്ടാവും. നമ്മുടെ ഗ്രൂപ്പിൽ മെമ്പേഴ്സിന് വേഗം തന്നെ മനസ്സിലായിട്ടുണ്ടാവും പാസ്റ്റ് സീസൺ എന്താണെന്ന്. അതായത് നിങ്ങൾ ഈ ഒരു ആൾട്ട് സീസണിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന പ്രൊജക്റ്റ് കഴിഞ്ഞ സീസണിൽ ഉള്ളതാവരുത്, മനസ്സിലായില്ലേ. അതായത് കഴിഞ്ഞ സീസണിലുള്ള കുറേ പ്രൊജക്റ്റുകളുണ്ട്, ഡോജി, ഷിബ, അതുപോലെ മെറ്റിക്, പോൾക്കാഡോട്ട്, ലിങ്ക്, അവാക്സ്, ഇത്തരം പ്രൊജക്റ്റുകളിൽ ഇതൊക്കെ നല്ലതാണ് കേട്ടോ. മോശമാണെന്നല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഉദ്ദേശം എന്താണ്, കഴിഞ്ഞ സീസണിൽ പോൾക്കാഡോട്ട്, അവാക്സ്, ലിങ്ക്, സൊളാനോ, BNB, ഡോജി ഇതിനൊക്കെ കിട്ടിയ പോലത്തെ ഒരു റിട്ടേൺ നമ്മുടെ ഈ ഒരു ആൾട്ട് സീസണിൽ കിട്ടണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പഴയ ആൾട്ട് സീസണിൽ അത് കിട്ടില്ല. കിട്ടും, ഒരു 2x 3x 5x വരെയൊക്കെ ചിലപ്പോൾ കിട്ടാം. പക്ഷേ നമുക്കൊരു 10x ഒക്കെയാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിൽ നമുക്കത് ഒരിക്കലും കിട്ടില്ല. പഴയ ആൾട്ട് സീസണിൻ്റെ ടോപ്പായിട്ടുള്ള കോയിനുകളുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 5 ബില്യണും 10 ബില്യണൊക്കെ എബോവ് ആണ്. അതാണ് ഇതിൻ്റെ റീസൺ. അല്ലാതെ അതൊരു മോശമായതുകൊണ്ടല്ല, അത് വളരെ നല്ലതാണ്. സേഫ് ആയിട്ടുള്ള റിട്ടേൺ ആണ് നിങ്ങൾ നോക്കുന്നത് എങ്കിലൊക്കെ അതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. എന്നാൽ നമ്മൾ വലിയൊരു ഹ്യൂജ് റിട്ടേൺ ആൾട്ട് സീസണിൽ നല്ല കോയിനുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം, നല്ല പ്രൊജക്റ്റ് കണ്ടെത്തണം എന്നുള്ളവർക്കാണുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പാസ്റ്റ് സീസൺ, അതായത് കഴിഞ്ഞു പോയ സീസണിൽ ഇല്ലാത്ത ടോക്കണുകൾ മാക്സിമം ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതായിരിക്കും ഈ ഒരു സീസണിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഗെയിൻ കിട്ടുന്നത്. അതായത് 2018 ഒരു സീസൺ ഉണ്ടായിരുന്നു. 2018 ഉണ്ടായിരുന്ന സീസണിൽ ഏറ്റവും ടോപ്പ് കോയിനുകളുടെ റിട്ടേൺ 2021 കുറവായിരുന്നു. എന്നാൽ 2021 വന്ന പുതിയ കോയിനുകൾക്കാണ് ഹ്യൂജ് റിട്ടേൺ പിന്നെ കിട്ടിയത്. 2018 കിട്ടിയതിനേക്കാളും റിട്ടേൺസ് കൂടുതൽ കിട്ടിയത് അതിലാണ്. അപ്പോൾ നമുക്ക് 2018 2021 ഉള്ള
സീസണിൽ ഉണ്ടായിരുന്ന കോയിനുകളിൽ അത്രയധികം റിട്ടേൺ കിട്ടില്ല. കാരണം അതിനേക്കാളൊക്കെ കൂടുതൽ റിട്ടേൺ കിട്ടാൻ നിൽക്കുന്നത് നമ്മുടെ ഈ 2025 വന്നിട്ടുള്ള പുതിയ കോയിനുകൾക്കായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പാസ്റ്റ് സീസൺ അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞത്. അത് ഒരു നിർബന്ധമായിട്ട് ഒരു കണ്ടീഷനായിട്ട് പറയുന്നില്ല. എന്നിരുന്നാലും നമുക്ക് ഒരു നല്ല റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പാസ്റ്റ് സീസൺ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡോജിയിലൊക്കെ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഡോജി നമുക്ക് 2021 ഏകദേശം എത്ര വളരെ വലിയൊരു ശതമാനം റിട്ടേൺസ് ഒക്കെ കിട്ടിയിട്ടുള്ളതാണ്. ഒരു 5000% റിട്ടേൺസ് കിട്ടിയതാണ്. എന്നാൽ ഇവിടെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക്, അതായത് ഇപ്പോൾ കറണ്ട് പ്രൈസിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഓൾ ടൈം ഹൈലോട്ട് എത്തണമെങ്കിൽ പോലും 2x എത്തിയിട്ടില്ല, 1.9 ആണ്. എന്നാലും 2x കിട്ടിയാലാണ് ഈ പറഞ്ഞ പോലെ ഓൾ ടൈം ഹൈലോട്ട് എത്തി കഴിഞ്ഞാൽ തന്നെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഒരു 10x ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 5x ഒക്കെ അബോവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം 5 ഇരട്ടി കയറണം. ഇപ്പോഴത്തെ ഡോജിയുടെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴത്തെ ഡോജിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 37 ബില്യൺ ആണ്. അപ്പോൾ 37 × 5 എത്രയാണ് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 170-160 ബില്യണിലോട്ട് മാർക്കറ്റ് ക്യാപ്പ് കയറി വരണം. അത്രയും വലിയ ഫണ്ടിങ് അതിലോട്ട് വന്നാലാണ് ഈ പറഞ്ഞ പോലെ 5x എങ്കിലും നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പാസ്റ്റ് സീസൺ എന്തുകൊണ്ട് അവോയ്ഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് കത്തിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി എക്സ്ചേഞ്ച്, ഇതും നമ്മുടെ ടെലിഗ്രാമിലുള്ള മെമ്പേഴ്സിനൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എക്സ്ചേഞ്ച് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ചെറിയ എക്സ്ചേഞ്ചുകളിൽ കോയിനുകൾ ലിസ്റ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്, വലിയ ചിലവുമില്ല, എന്നാൽ കൂടുതൽ സ്കാമും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ല എക്സ്ചേഞ്ചുകൾ ചൂസ് ചെയ്യുക. ബൈനാൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ബൈനാൻസിലുള്ള പേയേഴ്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളെങ്കിലും അവരവിടെ പഠിച്ചിട്ടായിരിക്കും ഒരു പ്രൊജക്റ്റ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ, അതായത് ലിസ്റ്റ് ചെയ്യുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യല്ല ലിസ്റ്റ് ചെയ്യുള്ളൂ. എന്നിരുന്നാലും അവിടെ സ്കാം നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇത്രയധികം ഫിൽട്രേഷൻ അവിടെ നടക്കുന്നതുകൊണ്ടാണ് ഞാൻ ബൈനാൻസ് പറഞ്ഞത്. ബൈനാൻസിൽ അത്രയധികം പെയറുകളും ഉണ്ടാവില്ല, എന്നിരുന്നാലും അവിടെ ലിസ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്, വീക്ക്ലി ലിസ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് പുതിയ ടോക്കണുകളൊക്കെ. ബൈബിറ്റ്, ബൈനാൻസ്, അതുപോലെ കോയിൻ ബേസ്, HDX ഇത്തരം എക്സ്ചേഞ്ചുകൾ ലിസ്റ്റ് ചെയ്ത് ഏറ്റവും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത് ബൈനാൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കോയിൻ ബൈനാൻസിലില്ല. ഇപ്പോൾ കാസ്പ എന്ന് പറഞ്ഞ ടോക്കണാണോ കോയിനാണെന്ന് അറിയില്ല, അത് കുറേ പേര് നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കാറുണ്ട്. അത് നല്ലൊരു പ്രൊജക്റ്റ് തന്നെയാണ്, പക്ഷേ ബൈനാൻസിലില്ല. പക്ഷേ എന്നിരുന്നാലും അത് ബൈബിറ്റ് അങ്ങനത്തെ നല്ല എക്സ്ചേഞ്ചിലുണ്ട്. ബൈബിറ്റ് അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം ലിക്വിഡിറ്റി ഒക്കെ ഉള്ള നല്ല എക്സ്ചേഞ്ച് തന്നെയാണ്. അപ്പോൾ ബൈബിറ്റിലുണ്ട്, പിന്നെ ഗേറ്റ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിലുണ്ട്. അപ്പോൾ ഇത്തരം അത്യാവശ്യം ബൈനാൻസ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ലെവലിൽ നിൽക്കുന്ന എക്സ്ചേഞ്ചുകളിൽ ഈ പറഞ്ഞ ബൈബിറ്റ് പെടും, gate.io പെടും, കോയിൻ ബേസ് പെടും. ഇത്തരം 3 എക്സ്ചേഞ്ചുകളും കൂടി ഉണ്ടോ എന്ന് നോക്കി നോക്കുക. നിങ്ങളുടെ കോയിൻ ഇപ്പോൾ ബൈനാൻസ് ഇല്ലെങ്കിൽ അതിലെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നോക്കുക. എന്നിട്ട് അത് ഉറപ്പ് വരുത്തുക. അല്ലാതെ MEXയിൽ മാത്രമേ ഉള്ളൂ, വേറൊരിടത്തിലും ഇല്ല. MEXയിലും ഉണ്ട്, ബിറ്റ്ഗെറ്റിലുണ്ട്, ബിറ്റ്മാർട്ടിലുണ്ട്, ചെറിയ എക്സ്ചേഞ്ചുകളിൽ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഈ 7 കണ്ടീഷനുകൾ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ബാക്കിലോട്ട് പോയിട്ടൊന്ന് നിങ്ങൾ 1.5x ഇട്ടിട്ട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ക്ലിയർ ആവും. ഇനി നമുക്ക് അടുത്ത ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നില്ല ഇതെല്ലാം മീറ്റ് ചെയ്തിട്ടുള്ള കോയിനുകൾ ഏതൊക്കെയാണ്. നമ്മൾ ടെലിഗ്രാമിൽ ഓൾറെഡി അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല എന്നിരുന്നാലും ഇതെല്ലാം മാച്ച് അല്ലെങ്കിലും ഓൾമോസ്റ്റ് ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ മാച്ചാണ്, അതുകൊണ്ടൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണ്, എങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെ ഈ സീസണിൽ അത് നോക്കാം, എങ്ങനെ കോയിൻ മാർക്കറ്റ് ക്യാപ്പോ അല്ലെങ്കിൽ മറ്റു ടൂളുകളൊക്കെ വെച്ചിട്ട് നമുക്കത് എങ്ങനെയൊക്കെയാണ് അത് കണ്ടുപിടിക്കാൻ പറ്റുക. ഈ ഒരു കഴിഞ്ഞ സീസണിൽ ഇല്ലാത്തതും ഈ പറഞ്ഞ എല്ലാ കണ്ടീഷനും, ഈ 7 കണ്ടീഷനുകളൊക്കെ മാച്ച് ആയിട്ടുള്ള കോയിനുകളൊക്കെ ടോക്കണുകളൊക്കെ എങ്ങനെയാണ് ഈ ഒരു സീസണിൽ കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അതും കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കണമെന്നുണ്ടായിരുന്നു വീഡിയോയുടെ റെക്കോർഡിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ. എന്നാൽ ഇപ്പോൾ തന്നെ നല്ല സമയമായിട്ടുണ്ട് നമ്മുടെ വീഡിയോ. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ഒരു കാര്യം കാണിച്ചു തരാം. അതായത് നമുക്ക് ബിയർ മാർക്കറ്റിൻ്റെ സമയത്തും നമ്മുടെ ഈ കണ്ടീഷനുകൾ 7 കണ്ടീഷനുകളും മീറ്റ് ചെയ്തിട്ടുള്ള ഒരു കേസ് ഉണ്ടായത്. അതായത് ബിയർ മാർക്കറ്റാണ്, ആൾട്ടുകളൊക്കെ ക്രാഷാണ്, ഓക്കെ, ഇതീറിയം അടക്കം ക്രാഷാണ്, ബിറ്റ് കോയിൻ കയറുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഡൊമിനൻസ് നല്ല രീതിയിൽ കയറുന്നുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഡൊമിനൻസ് കയറുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡൊമിനൻസ് കയറുമ്പോൾ ആൾട്ട് ക്രാഷാണ് ഉണ്ടാവില്ല. കൂടുതൽ ഫണ്ട് ബിറ്റ് കോയിനിലോട്ടാണ് വരുന്നത്, ഇതീറിയത്തിലോട്ടും മറ്റു ആൾട്ട് കോയിനിലോട്ടൊന്നും വരുന്നില്ല. ഞാൻ സ്ക്രോൾ ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. 2024 ടൈം കേട്ടോ, 24 ടൈമിൽ മാർച്ച് സ്റ്റാർട്ടിങ്ങിൽ മുതൽ ഡൊമിനൻസ് കയറുന്ന ഒരു ടൈമാണ്. ഈ എന്താ പറയുക, ഈ 2024 ഫുള്ള് ഡൊമിനൻസ് കയറുന്നതായിരുന്നു, മാർക്കറ്റ് ഫുള്ള് ക്രാഷ് ആയിരുന്നു. ഡൊമിനൻസിൻ്റെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ പെപ്പെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോയിൻ മാർച്ച് മാസം തന്നെ ഇവിടെ നിന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. മാർച്ച് മാസം തന്നെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർച്ച് മുതൽ കയറി വരുന്ന ഒരു പാറ്റേൺ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഈ ഒരു കോയിൻ ഫസ്റ്റ് നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ട് എത്ര ഓൾ ടൈം ഹൈ ബ്രേക്ക് ആവുന്ന ഒരു ടൈമിലേക്ക് നോക്കിയൊക്കെ 297, ഏകദേശം 100 ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം 30 ദിവസം വെച്ച് നോക്കുമ്പോൾ തന്നെ 10 മാസത്തോളം ആയിട്ടുണ്ട് ഇത് ലിസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3 മാസത്തിന് മീതെ ആയിരിക്കണം ലിസ്റ്റിംഗ്. അപ്പോൾ അത് ഓക്കെയാണ്. ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റാങ്ക് ആ ഒരു സമയത്ത് ഏകദേശം ഒരു 120-110 ആയിരുന്നു. വേണമെങ്കിൽ ഞാൻ ഹിസ്റ്റോറിക്കൽ ഡാറ്റ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതായത് ഇവിടെ ഞാൻ കേഴ്സർ വയ്ക്കുമ്പോൾ മാർച്ച് 3 തീറ്റ, അത് മനസ്സിൽ വയ്ക്കുക, മാർച്ച് 3, 2024. അപ്പോൾ ഞാൻ ഹിസ്റ്റോറിക്കൽ ഡാറ്റയിലേക്ക് ഒന്ന് പോകണം വേഗം. 2024 നമുക്ക് പോകേണ്ടത്. ഓക്കെ,
2024 മാർച്ച് 3 മാർച്ച് 3 ഞാൻ പോവാണ്. എന്നിട്ട് നമുക്ക് പെപ്പേ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് ഏതാ നിൽക്കുന്നത് നോക്കിയേ, 127 അല്ല സോറി 47ാമത്തെ റാങ്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു 50 മുതൽ ഒരു 300 വരെയെങ്കിലും മിനിമം റാങ്കിൻ്റെ ഉള്ളിൽ ഉണ്ടാവണമെന്ന്. അപ്പോൾ ഇത് 47ാണ് നിൽക്കുന്നത്. അപ്പോൾ ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയതും നമ്മുടെ റാങ്കിൻ്റെ കേസും പിന്നെ ലിസ്റ്റായിട്ട് 3 മാസമായിട്ട് ഇതുപോലെ ഒരുവിധ എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള റിട്ടേൺ നോക്കി. ഇത് ബിയർ മാർക്കറ്റിൻ്റെ കേസാട്ടോ, ആൾട്ട് സീസണിൻ്റെ കേസല്ല പറയുന്നത്. എന്നാൽ പോലും നമുക്കൊരു 500% ഇവിടെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഓൾ ടൈം ഹൈയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ബിയർ മാർക്കറ്റിലും അപ്ലൈ ചെയ്യാൻ പറ്റും. കുറച്ച് കൂടുതലൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വളരെ റെയറാണ് ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റികൾ വരുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനുകൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഏറെക്കുറെ ഈ ബിയർ മാർക്കറ്റിൽ പോലും അത് മാച്ച് ആയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു മാജിക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ ക്ലിയർ ആയി ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കണ്ടീഷനുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് മാനുവലി നിങ്ങളുടേതായ രീതിയിൽ അതൊക്കെ നോക്കാം. ഇതൊക്കെ സിമ്പിൾ തന്നെയാണ്. ചാർട്ടിലും നിങ്ങൾക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിലൊക്കെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ റാങ്കും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ക്രോൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പീരീഡിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ഏത് വർഷം മുതലാണ് എന്നൊക്കെ നോക്കാൻ പറ്റും. നിങ്ങൾക്ക് കഴിഞ്ഞ സീസണിൽ ഉള്ളത് വേണ്ട, ഈ ഒരു സീസണിലുള്ള പുതിയ കോയിനുകളാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ 2023, 2022 അവോയ്ഡ് ചെയ്യുക. 2023 മുതലുള്ള ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകൾ നോക്കാവുന്നതാണ്. ഇപ്പോൾ വീഡിയോ ഒരുപാട് പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത്തരം അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തേക്കുക. നമ്മളവിടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാൻ കഴിയും. എല്ലാവർക്കും ബൈ.